അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. നാട്ടിലൊക്കെ ഉള്ളവരുണ്ടല്ലോ ഇപ്പോൾ വിഷു സദ്യയൊക്കെ കഴിച്ച് ഒരു ഏമ്പൊക്കെ വിട്ടിരിക്കുമായിരിക്കും അല്ലേ. ഇവിടെ UAE-യിലുള്ളവർ ഇപ്പോൾ സദ്യയുടെ മുമ്പിലായിരിക്കും. ചിലരൊക്കെ കഴിച്ച് കാണും, ചിലർ കഴിക്കാൻ പോകുന്നുള്ളൂ, കാരണം ഇവിടെ ലഞ്ച് ടൈം ആവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളും കഴിച്ചു ഒരു വിഷു സദ്യ. പിന്നെ വിഷു ആയിട്ട് സദ്യയൊക്കെ കഴിച്ചില്ലേ പിന്നെ എങ്ങനെയല്ലേ. അതും ജസ്റ്റിക്ക് വിഷു സദ്യ കഴിക്കണമെന്ന് ഭയങ്കര വാശി. ഞങ്ങൾ ഇന്നലെ വിഷു സദ്യ കഴിച്ചത് കേട്ടോ. കാരണം ഇന്ന് ഇവിടെ എല്ലാവർക്കും ജോലിയും സ്കൂളും ഒക്കെയാണ്. അപ്പോൾ പിന്നെ ഇന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ പോയി കഴിച്ചു. ഇന്നലെ സൺഡേ ആയതുകൊണ്ടും പിന്നെ കൊച്ചിന് വേദോടെ അങ്ങനെ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ പുറത്ത് പോയാണ് വിഷു സദ്യ കഴിച്ചത്. ഞാൻ വിചാരിച്ചെന്ന് എന്നെ ആരെങ്കിലും വിഷു സദ്യ കഴിക്കാൻ വിളിക്കുമെന്ന്, ലിറ്റി ബാ നമുക്ക് വിഷു സദ്യ കഴിക്കാമെന്ന്. ഒരുത്തനും വിളിച്ചില്ല. ഞാനും ജസ്റ്റിയും വിഷു സദ്യ തന്നെയാണ് കഴിച്ചത്. നമ്മുടെ ജേഡുവിന് വിഷു ആയാലെന്ത് ഓണമായാലെന്ത്. പക്ഷേ അവന് വെറുതെ എന്താ പറയുന്നത്, അത് റെസ്റ്റോറൻറ്റിൽ പോയിട്ടോ കേട്ടോ മെയിനായിട്ട്. വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാരണം കൊച്ചൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് അവൻ ബിരിയാണി കഴിച്ചു. പക്ഷേ അടിപൊളി വിഷു സദ്യയായിരുന്നു കേട്ടോ. നമ്മൾ കഴിക്കാൻ പോയത് നമ്മുടെ രുചി റെസ്റ്റോറൻ്റ് ഇല്ലേ, സ്ഥലം എവിടെയാണ്, അബുദാബിയിലുള്ള സ്ഥലം ഞാൻ മറന്നുപോയി. രുചിയിലാവട്ടോ. അതേ ജസ്റ്റിയുടെ പ്ലേറ്റൊക്കെ നോക്കി, ഇലയൊക്കെ നോക്കി. ഇനി ഇലയും കൂടെ ഉള്ളു ജസ്റ്റ് കഴിക്കാൻ ബാക്കി. അത്രയും നല്ല ഫുഡ്, നല്ല സദ്യയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജസ്റ്റിക്ക് പ്രത്യേകിച്ച് സദ്യ എന്ന് പറഞ്ഞാൽ അതൊരു വീക്ക്. പണ്ടൊക്കെ നാടൻ സദ്യ കഴിക്കണമെങ്കിൽ ഹിന്ദുസിൻ്റെ ഒക്കെ കല്യാണത്തിന് പോകണമായിരുന്നു അല്ലേ. അവിടെ കഴിക്കുന്നതായിരുന്നു നല്ല അടിപൊളി നാടൻ സദ്യ. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ ഹിന്ദുസിൻ്റെ കല്യാണം കൂടിയിട്ടില്ലെന്നേ. അതുകൊണ്ട് അങ്ങനെ ഒരു സദ്യ കഴിച്ചിട്ടും ഇല്ല. ഇപ്പം ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കുന്നു. ഇത് കഴിഞ്ഞ് അവസാനം കിട്ടിയ പായസം ഇല്ലേ, അതിനകത്ത് പപ്പടവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കഴിച്ച ആ ഇലയെ തന്നെ ഇങ്ങനെ വാരി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പണ്ടൊന്നും എനിക്കിങ്ങനെ കഴിക്കാൻ അറിയത്തില്ലായിരുന്നേ.